നിനക്ക് എങ്ങനെ മര്യാദ കെട്ടവനെ ഈ പൊന്നു പോലത്തെ കുഞ്ഞിനെ നിനക്ക് ചവിട്ടി കൊല്ലാൻ തോന്നിയത്? രണ്ട് കൈ ഒടിക്കാൻ എങ്ങനെ നിനക്ക് തോന്നിയത്? നിനക്ക് വേണ്ടെങ്കിൽ ആർക്കും കൊടുത്തറായിരുന്നില്ലേ? നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ ഒക്കെ ജീവിച്ചോളുണ്ടല്ലോ. ഓളാ നീ കംപ്ലീറ്റ് ഉത്തരവാദി. ഓള് നിനക്ക് കൊല്ലാൻ വേണ്ടി തന്നിട്ട് നാട് വിട്ട് പോയത് അല്ലേ? എവിടെ തണ്ടാൻ പോയത്? കയ്യെങ്ങനെ കൊന്നാന്ന് പറഞ്ഞിട്ട് ഓളെ തൂക്കിക്കൊല്ലണം. ഓക്കാന്ന് ശിക്ഷ കൊടുക്കേണ്ടത്. നിനക്ക് പിന്നെ രണ്ടാമത് ആദ്യം തൂക്കിക്കൊല്ലുന്നത് ഓളൊരു പെറ്റമ്മയല്ലേ? നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലാൻ തന്നിട്ട് ഓള് നാട് വിട്ട് പോയതല്ലേ? ഓള് നാട്ടിൽ നിന്ന് പോയതല്ലേ? ഞാൻ വരുമ്പോഴേക്ക് കൊന്നിട്ട് അവിടെ വെച്ചറണം പറഞ്ഞിട്ട് പോയതല്ലേ ഓള്? എന്നിട്ട് ഓളെ ബാക്ക് കേട്ടിട്ട് നിനക്ക് കുറച്ച് വിവരം ഉണ്ടായിട്ടില്ലേ? കുട്ടക്കാലാ നിൻ്റെ കുട്ടക്കാലുണ്ട് അണവരം കെട്ടവനെ. നീ എങ്ങനെ ഈ കുഞ്ഞിനെ കൊല്ലാൻ നിനക്ക് തോന്നിയത്? ഒരു കുഞ്ഞിനെ നുള്ളി നോക്കാൻ നമുക്കൊന്നും തോന്നില്ല. നിനക്ക് എങ്ങനെ തോന്നിയത് ഞാൻ ചോദിക്കുന്നു. നിന്നെ എന്താക്കേണ്ടത്? നിൻ്റെ കാല് കണ്ടി തച്ച് പൊളിച്ചാലോ? അപ്പം അത്ര ചൊടി എനിക്ക് നിന്നോടുണ്ട്. ഈ മാതിരി പണിയെടുത്തൂടട്ടോ. ഈ മഹാപാവം നിങ്ങൾക്ക് രണ്ടാക്കും തീരൂല. തീർത്താലും തീരാതെ പാവാണിത്. ഈ ഒന്നും അറിയാതെ അട്ടും പൊട്ടും തിരിയാതെ ഈ കുഞ്ഞിനാ നാവെടുക്കാൻ പഠിച്ചിട്ടില്ല. കുഞ്ഞി പറന്ന് പഠിച്ചിട്ടില്ല. ആ കുഞ്ഞിക്കൊന്നും അറിയില്ല. ദൈവത്തിന് തുല്യമായ ആ കുഞ്ഞിനെ നീ ചവിട്ടിയിട്ട് കൊന്നില്ലേ? നീ മഹാപാവി. നിങ്ങളെ രണ്ടിനെയും രണ്ട് അറ്റത്ത് തൂക്കിക്കൊല്ലണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.